ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. താങ്ക്സ് എല്ലാവരും വന്നതിന്. എല്ലാവരും സിനിമ കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിരുന്നോ? നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പടം എല്ലാവരും കണ്ടിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഫുൾ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് വരുന്നത്. ഫാമിലി ഓഡിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. പിന്നെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് ഉത്തരം പറയാം. ആക്ച്വലി നമ്മൾ ഭയങ്കര ഒരു ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആക്ടേഴ്സ് വൈസിലും. കാര്യം ഒരു മുറിയിനകത്ത് കൂടുതൽ പരിപാടികൾ നടക്കുന്നു. സോറി, ഒരു മുറിയിൽ കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നു. അതിനകത്ത് ഈ ഒരു ഡ്രാമ എങ്ങനെ വരും എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ താങ്ക്സ് ടു അവർ DOP, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാവരും അത്രയും നമ്മളെ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒബ്വിയസ്ലി ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും നമ്മളെ അത്രയും കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് പരിപാടികൾ റിസോർട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സാധാരണ തിയേറ്റർ വിസിറ്റൊക്കെ പോകുമ്പോൾ പടം പ്രശ്നമാണെങ്കിൽ പോകാനൊരു പേടി ഉണ്ടാവും. പക്ഷേ ഈ പടത്തിന് ആ ഒരു പേടിക്കണമെന്നില്ല. തിയേറ്ററിൽ ചെന്നപ്പോൾ ഭയങ്കര രസമുള്ളൊരു അഭിപ്രായമാണ് നമുക്ക് തിയേറ്ററിൽ തന്നെ കിട്ടിയത്. സോ വെരി ഹാപ്പി. ഇനിയും ഒരുപാട് പേരിലേക്ക് പടം എത്താനുണ്ട്. എന്തായാലും എത്തിയിരിക്കും നമ്മൾ വിശ്വസിക്കുന്നു. ഗുഡ് ഈവനിങ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം നല്ല റെസ്പോൺസാണ് കണ്ടവരെല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ പ്രസ് മീറ്റിംഗ് വെച്ചത് നമ്മളെല്ലാവരും കണ്ട് കാര്യങ്ങളൊന്നും കൂടി സിനിമ എത്താത്ത ആൾക്കാരുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളൊരു പോയിന്റിലാണ്. അപ്പോൾ സാധാരണ എല്ലാ പടവും തിയേറ്ററിൽ ഇറങ്ങി കുറേ പേര് അത് തിയേറ്ററിൽ നിന്ന് മിസ് ഔട്ട് ചെയ്തിട്ട് OTT വന്നു കഴിയുമ്പോൾ നല്ല പടമായിരുന്നു മെസ്സേജും കമൻറ്റും കുറേ വരാറുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മാക്സിമം ഈ പടം കാണാൻ എന്നാൽ മാത്രമേ പ്രൊഡ്യൂസറിന് നല്ലത്, ഞങ്ങൾക്ക് നല്ല കാര്യമുള്ളൂ. അപ്പോൾ കാരണം ഈ പടം എടുത്തേക്കുന്ന രീതിയും അങ്ങനെയാണ്. കാരണം അനമോഫിക് ലെൻസിൽ അപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ അതിൻ്റെ ഒരു സുഖം ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ ക്രിയേറ്റേഴ്സാണ് സാധാരണ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം എല്ലാവരും തിയേറ്ററിൽ മിസ് ഔട്ട് ചെയ്യാൻ പോയി കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. കാര്യം നമ്മൾക്ക് ആക്ച്വലി ഞാനും അച്ചുവും ഒരു പടത്തിൻ്റെ ഷൂട്ടിൽ, സുനിധി വളവുന്ന ഒരു പടത്തിൻ്റെ ഷൂട്ടിൽ ഇവിടെ പാലക്കാട് സ്റ്റക്കായിരുന്നു. അപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക അവിടെ. ഒബ്വിയസ്ലി ഒരു പടം ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ അന്ന് ഓടി കിടന്ന് പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു സൗകര്യക്കുറവ് ഭയങ്കര കാര്യമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഷൂട്ടിൻ്റെ ഇടയിൽ വന്നിട്ട് തിയേറ്റർ വിസിറ്റ്സും പരിപാടികളും പിടിക്കണ്ടായിരുന്നു. അപ്പോൾ പറയാൻ വേണ്ടി വന്നത്, പടം നല്ല രീതിയിൽ പോകുന്നുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്. നമ്മൾക്ക് തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഭയങ്കര റെസ്പോൺസുകൾ കിട്ടുന്നുണ്ട്. സോ കണ്ടവർ എന്തായാലും പടം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് പരിപാടി പറയുക, പറഞ്ഞ് മറ്റുള്ളവരും കൂടി പടം കാണണം. OTT വന്ന് പടം വിജയിച്ചിട്ട് നമുക്ക് വലിയ കാര്യമില്ല. അല്ല, നമുക്ക് കാര്യമുണ്ട്, പ്രൊഡ്യൂസറിൻ്റെ വലിയ കാര്യമില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഹൗസ്ഫുൾ ഷോസ് റെഡ് നമുക്ക് ഇങ്ങനെ ബുക്ക് ഷോയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ഒരുപാട് ദിവസം റെഡ് പോകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല രീതിക്കാണ് റെസ്പോൺസ് തരുന്നത്. നിങ്ങൾക്ക് തന്നെ സ്വയം തന്നെ മനസ്സിലായില്ലേ സിനിമ കണ്ടവരുടെ റെസ്പോൺസ്? ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ട് വേറെ ഒരു സിനിമയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. പിന്നീടുള്ള റെസ്പോൺസ് നിങ്ങൾ നേരിട്ട് പറഞ്ഞവരുണ്ടാവും, നിങ്ങൾ മെസ്സേജ് ചെയ്തവരുണ്ടാവും, വിളിച്ചു. ആ റെസ്പോൺസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. നമുക്ക് കുറച്ചും കൂടെ പ്രൊമോഷൻ വേണ്ടി വന്നിരുന്നോ, വരണമോ എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഞങ്ങളിവിടെ വന്നത്. കാര്യം വെളുപ്പിന് 6:30 വരെ ഞങ്ങൾ രണ്ടുപേർക്കും അവിടെ പുലർച്ചെ വരെ ഷൂട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ട്രൈ ചെയ്ത് ഞങ്ങളിവിടെ വന്നു. ഇവിടെ രാവിലെ തുടങ്ങി പല പ്രൊമോഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ 5:30 മണിക്ക് ഇവിടെ വന്ന് എല്ലാവരും കൂടി നമ്മളെല്ലാവരും പ്രസിനെ കൂടി കണ്ടിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മളത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്. അത് പടത്തിൻ്റെ അടുത്തുള്ള വിശ്വാസം കൊണ്ടാണ്. പടം
പ്രശ്നമാണത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അത് ആക്ച്വലി ആ കോൺഫിഡൻസ് ഉണ്ട്, കാരണം തിയേറ്ററിൽ പോയി ഞങ്ങൾ കണ്ടതാണ് ആളുകളുടെ റെസ്പോൺസ്. അപ്പോൾ അതുകൊണ്ട് വന്ന പരിപാടി തന്നെയാണത്. അതെ, ആദ്യമേ അതിനുള്ള നന്ദി പറയണം. കാരണം 6 മണി വരെ ഷൂട്ട്, നൈറ്റ് ഫുൾ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം അത്രയും 3 മണിക്കൂർ ട്രൈ ചെയ്തുകൊണ്ട് വന്നതിന് ശേഷം 3 മണിക്കൂർ കഷ്ടി വരെ ഉറങ്ങിയിരിക്കുന്നത്. അതിനുശേഷം നേരെ വന്ന് നമ്മുടെ പ്രൊമോഷൻ ആക്ടിവിറ്റീസിലേക്കാണ്. അപ്പോൾ ഇത്രയും ദിവസത്തെ കാര്യങ്ങൾ നമുക്കറിയാം. കാരണം ഒട്ടും പറ്റാത്ത രീതിയിലുള്ളൊരു ടൈറ്റ് എൻ്റെ ക്ലൈമാക്സിന് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനിടയിൽ അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലാതെ ജസ്റ്റ് ഒഴിവാക്കിയ സംഭവമൊന്നും തീർച്ചയായും 2 ദിവസം ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഏകാചിത്വത്തിനാണെങ്കിലും ഇതിനാണെങ്കിൽ ഞാൻ 2നും വേണ്ടിയിട്ട് തിയേറ്റർ വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു. പുണ്യാളിലാണെങ്കിൽ 2 ടൈപ്പ് ഓഫ് സിനിമകളാണ്. പുണ്യാളിൽ കഴിഞ്ഞിട്ട് ആൾക്കാരുടെ മുഖത്തൊരു പുഞ്ചിരി കാണുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു തിയേറ്റർ ഇറങ്ങി കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം, ആദ്യം തന്നെ റിയലി സോറി ഇവിടെ എത്താൻ ലേറ്റായി പോയതിന്. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കൊച്ചിയിൽ. പിന്നെ എൻ്റെ ഹെൽത്തും അത്ര കുറച്ച് വീക്കായിരുന്നു. അപ്പം വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് റിയലി സോറി. അപ്പം സിനിമയ്ക്ക് നല്ല റിവ്യൂ കിട്ടുന്നുണ്ട്. ഇപ്പം മെസ്സേജ് ആണെങ്കിലും ഈ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് ആണെങ്കിലും എല്ലാം നല്ലതാണ്. ഇപ്പം അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ക്യാരക്ടർ ബ്രേക്ക് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇത്രയും നാളും ചെയ്തിരുന്ന കഥാപാത്രങ്ങൾ ഒന്നെങ്കിൽ ഒരു ഫോളോ അപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു നാടൻ പെൺകുട്ടി, അല്ലെങ്കിൽ ഒരു കോളേജ് ലവ് സ്റ്റോറി ബ്രേക്ക് ചെയ്തിട്ടൊരു കഥാപാത്രമാണല്ലോ ഇത്. ഒരു ആക്ഷൻ രംഗത്തിലേക്ക് അങ്ങനെ ഒരു ശരിക്കും ഫീൽ ചെയ്തോ? ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. എനിക്കിതിൻ്റെ സിനിമ റിലീസ് ചെയ്യുന്ന മുന്നത്തെ ഒരു ഇൻ്റർവ്യൂലൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സിനിമയെ പറ്റിയിട്ടോ എന്നധികം ക്യാരക്ടറിനെ പറ്റിയിട്ടൊന്നും പറയാൻ പറ്റുന്നുണ്ടായില്ല. ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. അപ്പം അതിന് ആൾക്കാർ അതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ മോശമാണെങ്കിലും എന്താണെങ്കിലും എല്ലാം ഞാൻ സ്വീകരിക്കുന്നതാണ്. നിങ്ങൾക്ക് അത് നല്ല അഭിപ്രായമല്ല എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്നെ അറിയിക്കണം. 2ഉം ഞാൻ സ്വീകരിക്കുന്നതാണ്. അപ്പം ആൾക്കാർ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പറയുന്നത് പക്ഷേ എങ്കിലും ഈ പറയുന്ന പോലെ വലിയ വലിയ സിനിമകൾ ഇനി വരാൻ പോകുന്നു. നാളെ ഇപ്പോൾ വലിയ 2 സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പം തിയേറ്ററുകൾ ഇനി സ്ക്രീനുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ടല്ലോ, പ്രതീക്ഷിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വന്നിരിക്കണതും ഇത് മാക്സിമം ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ ശ്രമിക്കണതും. പിന്നെ നമുക്ക് എല്ലാ പടവും വർക്കാവണം എന്നുള്ള പ്രതീക്ഷയാണ്. കാരണം നമ്മുടെ സ്വന്തം സൗഭിക്കയുടെ ബേസിലായിട്ട് എല്ലാവരും പടവും നാളെ ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ചിന്തയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും മാക്സിമം നമ്മളുടെ പടം പ്രൊമോട്ട് ചെയ്യുക, അതിൻ്റെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ള പരിപാടിയാണ് നോക്കുന്നത്. അപ്പോൾ വാലിച്ചേട്ടൻ പറഞ്ഞ പോലെ അധികം തിയേറ്റേഴ്സിൽ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും പാലക്കാടിന് അടുത്തുള്ള നമ്മൾക്ക് അന്ന് നെക്സ്റ്റ് ഡേ ആണ്, ഫസ്റ്റ് ഡേ തന്നെയാണ് നല്ല പോയത്. സെക്കൻഡ് ഡേ രാഗത്തിലൊക്കെ പോയപ്പോൾ നല്ല റെസ്പോൺസാണ്. തൃശ്ശൂരുകാർക്ക് ഇഷ്ടമായി, നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പം അതിപ്പം ആൾക്കാർ പടം കണ്ടാലേ നമുക്ക് അവരുടെ അടുത്ത് റിവ്യൂ ചോദിക്കാനും അല്ലെങ്കിൽ നമുക്ക് അറിയാനും പറ്റുള്ളൂ. അപ്പോൾ ആ പടം കാണിക്കുക എന്നുള്ളൊരു പരിപാടിയിലാണ് ഞങ്ങളിപ്പോൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പടം കണ്ട് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ. ഇത് ആക്ച്വലി കഥ പറഞ്ഞപ്പോൾ അത്ര സൈക്കോ ഒന്നും ഉണ്ടായില്ല. ചെയ്തു വന്നപ്പോൾ സൈക്കോ ആക്കിയതാണ് ഡയറക്ടർ. അത് പറഞ്ഞപ്പോൾ സാധാരണ കാണാനായിരുന്നു. മച്ചാനെ രോമാഞ്ചം പോലെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിഴിഞ്ഞ് അങ്ങനെ ആക്കിയെടുത്താണ്. അപ്പോൾ ഇനി ചെയ്യാണ്ട് ശ്രമിക്കാം. അല്ല, അത് ബേസിക്കലി ഡയറക്ടർ, ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഒരു ഡയറക്ടർ ആക്ടർ ആവാനാണ് ശ്രമിക്കുന്നത് ഒരു ലിമിറ്റ് വരെ. അപ്പം അതിൽ ഇപ്പോൾ മഹേഷിന് ആ രീതിക്ക് തന്നെ വേണം, അങ്ങനത്തെ ഒരു പരിപാടി കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് ആ രീതി പിടിച്ച് നോക്കിയത്. മാക്സിമം വളരെ ആക്കാണ്ട് നോക്കിയിട്ടുണ്ട്. ആ എല്ലാ മാസവും ഒരു പടം ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു പടം ചെയ്യണമെങ്കിൽ 35 ദിവസം 40 ദിവസം എടുക്കുമല്ലോ. ഇത് പുണ്യാളം ചെയ്തത് 1 വർഷം മുമ്പാണ്. അത് റിലീസായത് 1 വർഷം എടുത്ത് പണി തീർക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുമ്പത്തെ പടം ചെയ്തത് 6 മാസം മുമ്പാണ്. അപ്പോൾ എല്ലാം കൂടി റിലീസ് ഇപ്പോൾ നമ്മളൊരു ഡേറ്റ് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ വലിയ സ്റ്റാർസിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ റിലീസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്ന് പതുക്കെ മാറ്റി വെക്കും. കാരണം നമുക്ക് അത്രയും ലെവലിൽ നമുക്ക് ഇനീഷ്യലി കിട്ടുന്ന ഒരു ആക്ടറായി മാറിയിട്ടില്ല നമ്മൾ.
അപ്പോൾ ആ ഒരു സേഫ് സൈഡിലാണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസേഴ്സ് മാറ്റി വെച്ചിട്ട് കിറ്റ് ഡേറ്റ്സ് ഇങ്ങനെയാണ്, അപ്പോൾ എല്ലാം ഒരുമിച്ചായിപ്പോയി. അപ്പോൾ അത് എനിക്ക് പോയി മാറ്റി വെക്കണം എന്നൊക്കെ പറയാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ അത് കേൾക്കാൻ അവർ ബാധ്യസ്ഥരാകണം, അല്ലാണ്ട് വെറുതെ പോയി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശ്രമിക്കുന്നുണ്ട് മാക്സിമം നമ്പർ കുറയ്ക്കാൻ. പക്ഷെ എല്ലാം കൂടി റിലീസ് ഡേറ്റ്സ് ഒരുമിച്ച് വന്നുകൊണ്ടാണ് അത് ഞാനത് മനഃപൂർവ്വമല്ല. മനസ്സിലായില്ല. അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം നല്ല പടങ്ങൾ, വാഴ, ജാനിമൻ ഇറങ്ങിയ സമയത്ത് കോമഡിയും കൂടിയായിരുന്നു, രോമാഞ്ചം. ഇപ്പൊ നല്ല പടങ്ങളും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പടങ്ങളും നല്ല രീതിക്ക് ചെയ്തൊരു പടമാണെങ്കിൽ അത് പീസ്ഫുൾ ആയിട്ട് പോകും. അപ്പൊ അങ്ങനെ ഹൈപ്പ്, ഒരു പടത്തിന് ഹൈപ്പ് നല്ലതാണ്, ഒരിക്കലും ഇല്ല എന്ന് പറയാനുള്ള. പക്ഷെ ഹൈപ്പ് ഇല്ലാത്ത പടങ്ങളും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി കാണുന്നില്ല. ഇതിലെ ഔട്ട്ഫിറ്റ്, ബ്രോഡ് ഔട്ട്ഫിറ്റ് പടം പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ ട്രെൻഡായതാണ്. ഇതിനു മുൻപ് അത്തരത്തിലൊരു ഔട്ട്ഫിറ്റില് ഗീക്കുമാണ് ചാർലിയിൽ വന്നത്. അപ്പം വനിതയിലൊക്കെ ഉണ്ടായിരുന്നു ഇതേ ഔട്ട്ഫിറ്റില്. അതെനിക്ക് ഡയറക്ടർ കൊടുത്താണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് അവനെ വിളിച്ച് വരുത്തിയിട്ട്. കാരണം ഒരേ കോസ്റ്റ്യൂം കറക്റ്റ് തെറ്റ് തയ്ച്ചിട്ടുണ്ട് സൈഡില്. അല്ല, പുള്ളി അതിന് പിന്നെ മാർക്കുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേ കണ്ട്, പിന്നെ നമുക്ക് കാണാതിരിക്കണം. ആ ട്രെൻഡ് അപ്പം ഈ ഔട്ട്ഫിറ്റ് കണ്ടപ്പം എന്താ തോന്നി, അല്ലെങ്കിൽ ഏത് രീതിയിൽ? ഇത് അത് ഞാൻ ചോദിച്ചത് വേണോ, ഇത്രയും വേണോ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു ഇല്ല, അത് എന്റെ കാഴ്ചപ്പാടിൽ ആ കള്ളൻ അങ്ങനെയാണ്. പിന്നെ പടം കണ്ടവർക്ക് അറിയാം പുണ്യാളൻ ആണോ എന്നും കൂടി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു പോയിന്റ് വരെ കൊണ്ടുപോകുന്നുണ്ട് കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ കൂടി ഒന്ന് കുറച്ച് ഓവറാക്കി, ചലാക്കാനല്ല, ഓവറാക്കാന്നുള്ള രീതിയിൽ കുറച്ച് പിടിച്ചായിരിക്കും. അതേപോലെ നമ്മൾ മലയാള സിനിമയില് അല്ലെങ്കിൽ സിനിമാ പ്രേമികൾ ഒരു കഥാപാത്രത്തെ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും തുറക്കമിട്ടുണ്ടായിരിക്കും. ഇതിലൊരു കള്ളനായിട്ടാണ്. അപ്പം ഏതെങ്കിലും റെഫറൻസ് വേറെ ഏതെങ്കിലും കഥാപാത്രത്തിൽ നിന്ന് എടുത്തോ, അല്ലെങ്കിൽ ഇല്ല, പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് സാംജി ബ്രോ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ച ക്ലിയർ പിക്ചർ കൊടുത്തിട്ടുണ്ടായി ക്യാരക്ടറിനെ പറ്റി. ഇപ്പൊ കൂടുതലായിട്ട് എനിക്കൊന്നും അങ്ങനെ ഇൻപുട്ട് ചെയ്യാനും കാര്യങ്ങളില്ല. ടെയിലിൻ്റെ മാത്രം ഞാൻ ഒന്ന് സംസാരിച്ച് ഇങ്ങനെ വെച്ചാൽ ബെറ്ററായിരിക്കും മാത്രം പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ രീതിക്കൊന്നും ഇന്റർഫിയർ ചെയ്തിട്ടില്ല. എടാ ആൾക്കാരുണ്ട് തൊണ്ട പറ്റി. അശോകേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ. പടം കണ്ടു കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഫസ്റ്റ് റെസ്പോൺസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ഥിരം കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു കഥാപാത്രം കണ്ടു എന്ന രീതിയിലൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഈ സിനിമകളെ പറ്റി, വരുന്ന സ്ക്രിപ്റ്റുകളെ പറ്റി അല്ലെങ്കിൽ അശോകനുമായിട്ട് സംസാരിക്കാറുണ്ടോ, അല്ലെങ്കിൽ പടം ഇറങ്ങിയിട്ടാണോ സംസാരിക്കാറുണ്ടോ? അച്ഛൻ ശരിക്കും കീറി മുറിച്ച് വർത്താനം പറയുന്ന ഒരാളാണ് ഒരു ക്യാരക്ടറിനെ പറ്റിയും അല്ലെങ്കിൽ സിനിമയെ പറ്റിയും. അപ്പൊ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു പരിപാടി അവിടെ നിന്ന് ആദ്യമേ കിട്ടും. വിളിച്ചു കഴിഞ്ഞാൽ മോശമാണെങ്കിൽ മോശമാണെന്നും എന്തെങ്കിലും കുറഞ്ഞു കിട്ടുന്നെങ്കിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞുതരും. ചേച്ചി അച്ഛനാണ് പ്രോപ്പറായിട്ട് ഈ കാര്യം പിടിക്കുന്നത്. അപ്പോൾ പടത്തിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യാറില്ല. കേട്ട് എനിക്കത് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാനത് കേട്ട് കഴിയുമ്പോൾ ആ സന്തോഷത്തിന് പോയി കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ പുള്ളിക്ക് ആ ഒരു മൂഡാണ്. എൻ്റെ കൂടെ തന്നെ മറ്റേ ബോക്സിങ്ങിന് റെഡി ആയിട്ടിരിക്കുന്ന ഒരാളെ പോലെ അച്ഛൻ എപ്പോഴും എനിക്കൊരു നല്ല ഗുണം വന്നു കഴിയുമ്പോൾ. ഈ പടം ഇറങ്ങിയപ്പോൾ അച്ഛൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതും നല്ല ഹാപ്പി ആയിട്ട് എടുത്ത് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. നീ കുറച്ച് ഓവറായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ഓവറ ക്യാരക്ടറിന് വേണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു. പിന്നെ എല്ലാ ക്യാരക്ടറും ഒരേപോലെ ചെയ്യാൻ പറ്റില്ല, കഥാപാത്രങ്ങൾ ആ രീതിക്ക് തന്നെ പോകണം. അച്ഛനെ ഹാപ്പി ആയി, അച്ഛനെ ഹാപ്പി ആയി, ഞാൻ ഹാപ്പി. ബാലുവും അനശ്വരയും തമ്മിലുള്ള കോമ്പോയാണ്. ഒരു സറൗണ്ടിൽ തന്നെ രണ്ടുപേര്, അപ്പൊ അതിനൊരു പരിമിതി ഉണ്ടല്ലോ. ചെയ്യുന്ന ആക്ടിവിറ്റീസിലാണെങ്കിലും അത് കാണാതെ എൻഗേജ് ചെയ്യണം, ലാഗ് ഫീൽ ചെയ്യിക്കരുത്. എത്രത്തോളം ടഫാണ് ചെയ്യാനായിട്ട്? ആക്ച്വലി സിനിമ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തുടങ്ങി നമുക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് ഒരു പാർട്ട് അതായിരുന്നു. കാര്യം ആദ്യത്തെ ഒരു പോർഷൻ, ഫസ്റ്റ് ഹാഫിന്റെ ഒരു മേജർ പോർഷൻ ഞാനും അനുവും മാത്രമേ ഉള്ളൂ. അതൊരു മുറിയിലും വേറെ പുറമേയുള്ള സ്ഥലമാണെങ്കിലും ഒരു സ്ഥലവും കാണിച്ച ആൾക്കാരെ പറ്റിക്കാം. ഞങ്ങൾ ഈ രണ്ടുപേരും കൂടി മുറിയിൽ എന്ത് കാണിക്കുന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് സ്ക്രിപ്റ്റിന്റെ പരമായിട്ടുള്ള ഗുണങ്ങളുകൊണ്ടും പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിനിമോഗ്രാഫർ ഒരു അത്യുഗ്രഹ കക്ഷിയായിരുന്നു രണ്ടു. കൂടാതെ നമ്മുടെ ആർട്ട് ഡയറക്ടർ, ഡയറക്ഷൻ ടീം. അപ്പോൾ ഇവിടെ എല്ലാവരുടെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് ആ ഒരു ലാഗ് അങ്ങനെ ഫീൽ ചെയ്യാതെ പരിപാടി
രസമായിട്ട് പോകാൻ പറ്റിയത്. അത് ഓൾ ക്രെഡിറ്റ്സ് ടു ദം. ഇപ്പൊ സെലക്ട് ചെയ്യുന്ന സിനിമകൾ നോക്കിയാൽ തന്നെ അറിയാം, എപ്പോഴും കുറച്ചുകൂടെ സെലക്ട് ചെയ്യുക. പണ്ട് ചെയ്യുന്ന പോലെ അത്രയും അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുക. കരിയർ ഒന്നുകൂടെ മെച്ചപ്പെടാൻ സമയമായി, എനിക്ക് ഇനി കുറച്ചുകൂടെ ചൂസ് ചെയ്ത കഥാപാത്രങ്ങൾ വേണം എന്ന് തീരുമാനമെടുത്തോ? വേണ്ടേ? അപ്പൊ ഡെഫിനറ്റ്ലി ബ്രോ. കാര്യം നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോൾ, ഓരോ സിനിമ കഴിയുമ്പോഴും നമുക്ക് പിന്നെ പണ്ടത്തെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഡിഫറെൻ്റ് ആണ്. പണ്ട് എനിക്ക് അങ്ങനെ വരുന്ന സിനിമകളുടെ എണ്ണമോ അല്ലെങ്കിൽ പണ്ട് ഒരു കൊച്ചിക്കാരൻ ചെക്കൻ എന്ന് പറയുമ്പോൾ വിളിക്കുന്ന കോളാണ് എൻ്റെ ഇവൻ്റെ കൂടെ. അതേപോലെ എൻ്റെ ഫോണിൽ നേരെ വിളിക്കും, ഹലോ അതുമല്ലേ ഒരു കൊച്ചിക്കാരൻ ചെക്കൻ്റെ ആവശ്യമുണ്ട് വിളിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഡയറക്ടേഴ്സ് വന്ന് എനിക്ക് വേറെ രീതിയിലുള്ള സിനിമകൾ തന്നുകൊണ്ട് മാത്രമാണ് പല രീതിയിലുള്ള ക്യാരക്ടേഴ്സിനെ ഇപ്പോൾ വിളിച്ചു തുടങ്ങുന്നത്. അപ്പം ഇപ്പോഴാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഇനി ചെയ്യും, ഒരുപാട് ചെയ്യും. ഞാൻ ഭയങ്കര നിഷ്കളങ്ക മനുഷ്യനാണ്. പക്ഷെ ആക്ച്വലി പറയാലോ ഞാൻ ഒടുക്കത്തെ ആക്ടിങ് ആയിരുന്നു. ശരിക്കും നിഷ്കളങ്ക അത് തന്നെ ബ്രോ നേരത്തെ പറഞ്ഞ കാര്യം. നമുക്ക് ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് ഷൂട്ട് ചെയ്ത് വരുമ്പോൾ അത് രസമായിട്ട് വരുന്ന കോൺഫിഡൻസ് ഡയറക്ടറിനും ബാക്കി എല്ലാ ടീമും ഉണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരികയും ചെയ്തു. സോ ഹാപ്പി ആയിരുന്നു. അല്ല, അത് നന്നായിട്ട് പോകുന്നുണ്ട്. നമുക്ക് റിവ്യൂ കാണുമ്പോൾ തന്നെ അറിയാം. കാരണം കണ്ട പ്രേക്ഷകർ, അത് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ കണ്ട പ്രേക്ഷകർ ഇതുവരെ നേരിട്ട് കണ്ട ആദ്യം മുതൽ അവസാനം വരെ കണ്ട പ്രേക്ഷകർ ആരും ഇതുവരെ ഈ പടത്തിനെ കുറിച്ച് ആവറേജ് എന്നുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല. എബോവ് ആവറേജ് അല്ലെങ്കിൽ കൊള്ളാമായിരുന്നു, നന്നായിരുന്നു. കുടുംബമായിട്ട് എല്ലാവർക്കും ഒരു ഈ 2 മണിക്കൂർ സന്തോഷത്തോടെ ഇരിക്കാൻ കിട്ടിയ സമയം. കാരണം ഇറങ്ങി വരുന്ന പ്രേക്ഷകർ മുഖത്താണെന്ന് നമുക്കറിയാം. വളരെ നാളുകൾക്ക് ശേഷമാണ് ആ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഒരു നിറഞ്ഞ മനസ്സോടെ ഇറങ്ങി വരുന്നത് നമ്മൾ കാണുന്നത്. സത്യം ഈ പടത്തിന്റെ ഞാൻ പറഞ്ഞില്ലേ, വലിയ ആരവം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ കണ്ടവരെല്ലാവരും തന്നെ നല്ല അഭിപ്രായം പറയുക എന്നുള്ളത് ഞാൻ വിചാരിച്ചു. അത് വിജയകരമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും പലപ്പോഴും പലരും പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായി, ചെറിയൊരു പടം എന്നുള്ളതല്ല. ആക്ച്വലി ഇപ്പം സത്യത്തിൽ ഇന്ന് ഈ പ്രസ് മീറ്റിൽ നമ്മൾ ഉദ്ദേശിച്ചൊരു സംഭവം, നമ്മളിതിൻ്റെ മേക്കിങ്ങിൻ്റെ ഒരു വീഡിയോകളുണ്ട്. ആക്ച്വലി അത് കാണുമ്പോൾ നിങ്ങൾ ഇത് എത്രത്തോളം എഫേർട്ട്, എത്ര നൂറുകണക്കിന് ആളുകൾ ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. കാരണം ആ പള്ളി എന്ന് പറയുന്നൊരു സംഭവം, ആ മലയുടെ മുകളിൽ ഈ പള്ളി സെറ്റ് ചെയ്യാന്നുള്ള ചെറിയൊരു സംഭവമായിരുന്നില്ല. അത് വലിയൊരു ഹാർഡ് വർക്ക്. അത് നമുക്ക് ആ ടീമിനെ എത്രത്തോളം അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഇപ്പോൾ UAE കണ്ട പ്രേക്ഷകർ ഇറങ്ങി വരുമ്പോഴത്തേക്കും ചോദ്യം ഞാനിപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ പള്ളി എവിടെയാണോ, മനോഹരമായ പള്ളി. ആ പള്ളി എന്ന് പറയുന്നൊരു സംഭവത്തിന് ഒരു ഭയങ്കരമായിട്ട് ആ ഒരു പഴയ കാലത്തെ ഒരു ഓർമ്മപ്പെടുത്തലിന് സാധിച്ചിട്ടുണ്ട്. അപ്പം പടത്തെ സംബന്ധിച്ച് ഓവറോളായിട്ട് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അങ്ങനെ ഇതിൽ വളരെ നല്ല അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ പടം ഇനിയും എത്തിച്ചേരാനുണ്ടെന്ന് അറിയാം. കാരണം പല പടങ്ങളും നമുക്ക് നിരന്ന് ഇപ്പോൾ തന്നെ ഇത്രയും പടങ്ങളുടെ പുറകിൽ വന്നിരിക്കുന്നു. പക്ഷെ നമ്മുടെ മലയാള സിനിമയുടെ അവസ്ഥ ഇതാണ്. കാരണം നമുക്ക് ഇടയ്ക്ക് വന്ന ഇഷ്യൂസ്, ഇഷ്യൂസ് ആണെങ്കിലും എല്ലാം കാരണം പടങ്ങൾ പലതും റിലീസ് വൈകിച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം കൂട്ടത്തോടെ പടങ്ങൾ വരികയാണ്. അപ്പോൾ അത് നമുക്ക് വലിയൊരു സ്പേസ് അവിടെ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പ്രൊമോഷൻ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്താനായിട്ട് കുറച്ചുകൂടെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ടെന്ന് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്താണ് പ്രസ് മീറ്റ്. കാരണം ഡേറ്റ്സിൻ്റെ അവൈലബിലിറ്റി പ്രശ്നമായിരുന്നുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. പക്ഷേ ഇന്ന് ഇവർ ഇത്രത്തോളം തിരക്കുണ്ടായിട്ട് ഇത്രത്തോളം നമുക്ക് ശാരീരിക ബുദ്ധിമുട്ട് നമുക്കറിയാം. രാവിലെ 6 മണി വരെ ഇപ്പോൾ നിങ്ങൾ ഫൈറ്റ് സീനിൽ പങ്കെടുത്തതിന് ശേഷം രാവിലെ ഇവിടെ വന്നിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവമല്ല. അപ്പോൾ എന്നിട്ടും അവർ വന്നിട്ടുണ്ട്. നമ്മളത് നിർബന്ധമായിട്ടും ഇന്നത് അനൗൺസ് ചെയ്തു അല്ലെങ്കിൽ ഇന്ന് കോർഡിനേറ്റ് ചെയ്തതിൻ്റെ കാര്യം അതാണ്. എല്ലാവരിലേക്ക് എത്തണം. കാരണം നന്മ നിറഞ്ഞൊരു പടം, ഒരു ചെറിയൊരു സന്തോഷം പകർന്നൊരു പടം കുറച്ച് നാളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, പലരിലും എത്തിച്ചേരുന്നില്ല. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള ക്രൈം ത്രില്ലേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കേസ് അന്വേഷണത്തിന് പോകുന്ന ഓഫീസേഴ്സിൻ്റെ കഥ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പല രീതിയിലുള്ള പടങ്ങളുണ്ട്. എല്ലാ പടങ്ങൾക്കും ഇവിടെ സ്പേസ് ഉണ്ട്. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പടമാണ്. അതായത് കൊച്ചുകുട്ടികൾ മുതൽ, ഞാൻ ഇടയ്ക്കൊരു ഇന്റർവ്യൂവിന് പറഞ്ഞിരുന്നു, കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, അതായത് പ്രായമായവർക്ക് പോലും ഒരുപോലെ സന്തോഷിക്കാൻ പറ്റുന്നൊരു ചിത്രമാണത്. അതൊരു റയർ ഫീറ്റാണ്. ഇപ്പം പറഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് ഒരു സഹോദരൻ ചാർലിയുടെ ഡ്രസ് കോഡിനെ കുറിച്ച് പറയും. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഏറ്റവും സന്തോഷം പകർന്നുള്ള ഒരു പടമാണ് ഈ ചാർലി എന്നുള്ള ചിത്രം. അതിനകത്ത് ഡ്രസ് കോഡ് മനുഷ്യൻ സജസ്റ്റ് ചെയ്തത് ഞാൻ അത് തന്നെ ഇരുന്നോണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ആ ഒരു പാറ്റേൺ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സല്ല, പക്ഷെ ആ ഒരു പാറ്റേൺ, കാരണം അത് എത്ര തവണ കണ്ടാലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ചിത്രമാണ്. അതുപോലെ തന്നെ ഇത് ഇന്ന് ഞാൻ വന്ന് ഞങ്ങൾ താഴെ ലോബിയിൽ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്തൊരു ആൾ സംസാരിക്കുന്നത്, ഞാൻ 2-3 പ്രാവശ്യം കണ്ടു. പക്ഷെ 3 പ്രാവശ്യം കണ്ടപ്പോൾ ഓരോ തവണയും
എനിക്കത് പിന്നെയും ആ ഒരു പടത്തോട് സ്നേഹം പിന്നെ ഒന്നോടെ പോകാമെന്ന് പറഞ്ഞിട്ടിരിക്കുക സുഹൃത്തിനോട് കൂടെ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു വൺ ഡേ മാച്ചബിൾ അല്ല. വൺ ഡേ മാച്ചബിൾ എന്ന് പറയുകയാണെങ്കിൽ ആക്ച്വലി ആദ്യം മുതൽ അവസാനം കൂടെ പടം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആദ്യത്തെ നമുക്കറിയാം ഗ്രാഫിക്സിലോ AI ബേസ്ഡ് അല്ലെങ്കിൽ AI ഗ്രാഫിക്സോടെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷമുള്ള ഒരു സംഭവം പലരും ആ പടം അത് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ടൈറ്റിലിൻ്റെ കൂടെ പോകുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. അത് വളരെ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് സത്യത്തിൽ ഈ പടം നമ്മൾ റിലീസ് ചെയ്യാൻ കുറച്ച് വൈകുന്നതിൻ്റെ കാര്യങ്ങളൊന്നും തന്നെയാണ്. ഗ്രാഫിക്സ് നമ്മൾ അത്രത്തോളം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്രാഫിക്സ് നമുക്ക് കാണാൻ പക്ക ഒരു ബോളിവുഡ് മോഡൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്തതാണ്. നമുക്കൊരു ശരിക്കും മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു ബ്ലോഗർ റിവ്യൂവർ ആദ്യം തന്നെ പറയുന്നതാണ് ആക്ച്വലി ഞാൻ ചെന്ന് കയറിയപ്പോൾ പടം മാറിപ്പോയി, തിയേറ്റർ മാറിപ്പോയി എന്ന് വിചാരിച്ചു. കാരണം നേരെ ഒരു ബോളിവുഡ് മൂവിയിലൂടെ ചിന്തിക്കുന്ന ഒരു പ്രതീതിയാണെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ അതൊക്കെ ശരിക്കും നമുക്ക് സന്തോഷം വരുന്നൊരു സംഭവമാണ്. കാരണം അത്ര എഫർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ടീം അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലം ലഭിക്കുന്നത് പറഞ്ഞിട്ട് നമുക്ക് വളരെ സന്തോഷമാണ്. ഇനി ബാക്കിയുള്ള നിങ്ങൾ മാക്സിമം എല്ലാവരും എത്തുക, കണ്ടവർ ബാക്കി പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക. കാരണം നല്ല പടങ്ങൾ ശ്രദ്ധിക്കപ്പെടണം. കാരണം ഭയങ്കര ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന പടങ്ങൾ മാത്രമല്ല, നല്ല പടങ്ങളും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരിലേക്ക് എത്തുക എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ ഒരു ആവശ്യം കൂടെയാണ്. കാരണം നല്ല നല്ല പടങ്ങൾ, നല്ല സന്ദേശം പേരുന്ന പടങ്ങൾ, നന്മയുടെ ആ ഒരു ചെറിയൊരു സ്പർശനമുള്ള പടങ്ങൾ, ഇതൊക്കെ നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. സത്യം നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് ട്രൂ സീക്കേഴ്സ് എന്ന പ്രൊഡക്ഷൻ ഇറങ്ങുമ്പോൾ ഞാൻ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, എന്നെ വളരെ മാറ്റിമറിച്ചൊരു പടമുണ്ട് ഗുരു. നമ്മൾ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. ഗുരുവിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. അതായത് ലാലേട്ടൻ്റെ 97 ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു സിനിമയാണ് ഗുരു. അത് ഭയങ്കരമായിട്ട് എന്നെ സ്പർശിച്ചൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ എന്നിലുണ്ടാക്കിയൊരു മാറ്റം ഞാനിപ്പോൾ ഓർമ്മയുണ്ട്. ആ ഒരു അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. ഒരു സിനിമയ്ക്ക് വളരെ നല്ല രീതിയിലൊരു സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലുള്ള പടങ്ങളൊന്നും മോശമായിട്ടുള്ള ഇമ്പാക്റ്റും സ്വാധീനിക്കുന്നുണ്ട്. ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, സ്വാധീനിക്കുന്നു. അപ്പം നല്ല പടങ്ങൾ ഇറക്കുക എന്നുള്ളൊരു സംഭവത്താണ് അല്ലെങ്കിൽ നല്ലൊരു താല്പര്യത്തോടെ നമ്മളിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു നന്മയുടെ സന്ദേശം ഇതിൽ നമ്മൾ ഒരു ഉപമുകളിലൂടെ അല്ലെങ്കിൽ സൈഡിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അത് വെറുതെ നന്മയ്ക്കായിട്ട് പടം എടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും കാണാൻ ആൾ കാണില്ല നമുക്കറിയാം. പക്ഷെ അത് ഈ കഥയുടെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് വളരെ സന്തോഷം പകരുന്നൊരു സംഭവമാണ്. അത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് സന്തോഷത്തോടെ വിളിച്ച് പറയുന്നുണ്ട്. പലരും വിളിച്ച് പറയുന്നുണ്ട്, ഒത്തിരി നാൾക്ക് ശേഷം ഒരുമിച്ച് പോയി ഒരു പടം കാണാനായിട്ട് പറ്റിയത്. മറ്റു കുട്ടികളൊക്കെ ഉണ്ടാവും പേടിയായിരുന്നു. അതൊക്കെ മാറിക്കാണുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം മാറുന്നത് സന്തോഷമുണ്ട്. കുറച്ച് കൂടി പോയല്ലേ. സ്ക്രിപ്റ്റ് കിട്ടിയ മൊമെന്റ് എല്ലാവർക്കും ഞാൻ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അർജുൻ ആണെങ്കിലും ബാലചന്ദ്രനാണെങ്കിലും അനശ്വരാണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ പടത്തിൽ അവർ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ. അർജുൻ ചേട്ടൻ കള്ളനായിട്ട് ചെയ്തിട്ടില്ല. അനശ്വരാണെങ്കിലും ഈ ക്യാരക്ടർ കണ്ട അറിയാം. ബാലചേട്ടനാണെങ്കിലും നമ്മൾ കൊച്ചിക്കാരൻ പയ്യൻ ഒറിജിനൽ പറഞ്ഞില്ല. അത് വ്യത്യസ്തമായിട്ട് ഒരു പള്ളിയിലച്ചനായിട്ടാണ് ഇതിൻ്റെ കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ദ്രോഹില്ല കണ്ട ആളുകൾക്ക് പടം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പറയണം ഫസ്റ്റ് പടമാണ്. സോ സ്പ്രെഡ് ചെയ്യണം, എല്ലായിടത്തും പറഞ്ഞിട്ട് ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറയണം. തീർച്ചയായിട്ടും തമിഴ് ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് അത് ലോഞ്ച് ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് കാണും. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ കണ്ട ഈ തമിഴ് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം പ്രമാണിച്ചോ അല്ലെങ്കിൽ എങ്ങനെയാണോ അത് അവർ അറിഞ്ഞിരിക്കുന്നത്. നമ്മൾ കൂടുതലായിട്ട് തമിഴിൽ പ്രൊമോട്ട് ചെയ്യാൻ പോയിട്ടില്ല. നമ്മൾ മലയാളം പോലും അവിടെ റിലീസ് ചെയ്തില്ലായിരുന്നു. കേരളത്തിൽ മാത്രമാണ് റിലീസ് ഉണ്ടായിരുന്നത്. പിന്നെ UAE മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം തമിഴിൽ നിന്ന് എനിക്ക് വന്നിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് നമ്മൾ അവിടുത്തെ വലിയൊരു ഗ്രൂപ്പ് തന്നെയാണ്, വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മളത് റിലീസ് ചെയ്യുന്നതാണ്. അനശ്വരെ കാസ്റ്റ് ചെയ്യാൻ കാരണം ഈ ക്യാരക്ടർ അനശ്വര ചെയ്താൽ നന്നാവുമെന്ന് തുടക്കം തൊട്ടേ ഈ സ്ക്രിപ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ തൊട്ടേ തോന്നി. അങ്ങനെയാണ് അനശ്വരയിലേക്ക് എത്തിയത്. ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നു അങ്ങനൊരു ചേഞ്ച് ഓവർ. സോ അത് അനശ്വര ചെയ്തപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു. കേട്ടില്ല? ഇല്ല, അനശ്വര ആക്ച്വലി ആക്ഷൻസ് നല്ല കൂളായിട്ട് ചെയ്യുന്നതാണ്. ആർട്ടിസ്റ്റാണ്. പഠിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി മുമ്പ് ഒരു പടം ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നില്ല. നോർമലി ഇപ്പം ആക്ഷൻ പടത്തിന്റെ ഒക്കെ ഒരു കാലമാണ്. അങ്ങനെ ഇപ്പോൾ തിയേറ്ററിൽ അങ്ങനെ വയലൻസ് കാണുമ്പോൾ കൂടുതൽ ആളുകൾ കയറി പോകുന്ന ഒരു പ്രവണതയുണ്ട്. എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ അത്രയും
പക്ക വയലൻസ് ആയിട്ടൊരു കഥാപാത്രം കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് എക്സ്ട്രീം ലെവലിലേക്ക് ഒന്ന് പോകാൻ പറ്റുമായിരുന്നു, അങ്ങനെ കൊതിച്ചിട്ടുണ്ടോ? ഈ പടം ഒന്ന് ആൾക്കാർ കുറച്ച് കാണട്ടെ, എന്നിട്ടൊക്കെ അടുത്ത പടത്തിനെ പറ്റി ആലോചിക്കാം. ആഗ്രഹമുണ്ടോ? ആഗ്രഹം കുറെ ആഗ്രഹമൊക്കെ ഉണ്ട്. അതിലൊരു ആഗ്രഹം അതിനകത്ത്. പക്ഷെ നമുക്കൂടെ പറ്റും നമുക്കൊരു വിശ്വാസം വന്നവരെ നമ്മൾ പുതിയ പുതിയ പരിപാടി പിടിച്ചുകൊണ്ടിരിക്കണമല്ലോ. കാരണം ഇവരെ ചാടി കയറി എന്തിനാണ് വെച്ചാൽ ഫീൽഡ് ഔട്ട് ആക്കണ പതുക്കെ പിടിച്ചു നോക്കട്ടെ. അത് പറയപ്പെടാണ്, ഫീൽഡ് ഔട്ടിന്റെ കാര്യം പറയപ്പെടാണ്. എന്താണ് ഇപ്പം നല്ല രീതിയിൽ കരിയർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആക്ടേഴ്സിനെ പലരും ഇങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് പലരും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഷൈൻ്റെ പടം ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ സിനിമ തകർക്കാനായിട്ട് പറഞ്ഞ് ശ്രമിക്കുന്നുണ്ട്, സിനിമ പഴമ ഓടുന്നില്ല, നെഗറ്റീവിൽ സോഷ്യൽ മീഡിയയിലൂടെ നെഗറ്റീവിൽ കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഇപ്പം അർജുൻ്റെ കരിയർ നോക്കി തന്നെ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. എപ്പോഴും ഏതെങ്കിലും പോയിന്റ് ആരെങ്കിലും താങ്കളെ ടാർഗറ്റ് ചെയ്താൽ തോന്നുന്നുണ്ടോ? ബാലു വർഗീസ് ഇല്ല ബ്രോ. കാരണം എനിക്കിപ്പോ ഞാൻ ചെയ്ത പടങ്ങളും മോശമായ പടങ്ങളും ഉണ്ട്. അതിന്റെ നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വരാറുണ്ട്. നല്ല പടങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മള് നോക്കി ശ്രദ്ധിച്ച് നല്ല സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പൊ എന്റെ പെർസ്പെക്റ്റീവില് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇറങ്ങുന്ന സമയം അല്ലെങ്കിൽ ചെയ്തു വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ആവാതാവുമ്പോഴൊക്കെയാണ് പടം ഓഡിയൻസിന് വർക്കൗട്ട് ആവാതെ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അടുത്ത പടത്തിൽ നമ്മൾ തിരുത്താൻ അല്ലെങ്കിൽ നോക്കി ചെയ്യുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ടാർഗറ്റ് ചെയ്യുക, നമ്മളെ തളർത്താൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. എന്തോ ഓഫറാണ് അത് ചെയ്യണം. ഞാൻ ചെയ്തു പറയാം. നല്ല ഓഫറായിരുന്നു, ഞാൻ പറയാം. അതെന്താ ഞാൻ അനൗൺസ് ചെയ്തിട്ടില്ല. അതിപ്പോ ഞാൻ ഇട്ടിട്ടുണ്ടായി ഒരു പടം, നമ്മുടെ A.L. വിജയ് സാറിന്റെ പടത്തിൽ ഒരു പടം ഒരു ക്യാരക്ടർ ചെയ്തായിരുന്നു, സെക്കൻഡ് ലീഡ് പോലെ. അറിയില്ല. ചില വ്യക്തികൾ ആക്ടർമാരെ ടാർഗറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ജീവിതാനുഭവത്തിൽ അങ്ങനെ ഓരോ വ്യക്തിയെ ഒരു ആക്ടറെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ പടങ്ങൾ മോശമാക്കാൻ ആ ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ മോശമാക്കാൻ പറ്റുമോ? ആളുകൾ കാണുന്ന പോലെ തന്നെ ആയിരിക്കും. ഒരു 10 പേര് കണ്ടിട്ട് വരുന്ന 5 പേർക്ക് സിനിമ വർക്കായി കഴിഞ്ഞാൽ വർക്കായിരിക്കും. അല്ലാതെ നമുക്ക് ആർക്കും ഒരു വ്യക്തി എൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പടം മോശമാണെന്ന് പറഞ്ഞാൽ പടം മോശമാവില്ല. ആളുകൾ കണ്ടത് ഇഷ്ടപ്പെട്ടാൽ സിനിമ വിജയിക്കും. നമ്മളുടെ പടത്തിൽ തന്നെ നമുക്ക് ഒരു എക്സാമ്പിളാണെങ്കിൽ പറയാൻ പറ്റുന്ന കാര്യം, നമ്മുടെ പടം അങ്ങനെ ഭയങ്കര ഒരു വലിയ ഹൈപ്പും പരിപാടിയും കൊടുത്തിട്ട് വന്നൊരു സിനിമയല്ല. പക്ഷേ തിയേറ്ററിൽ നിന്ന് ആളുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ നമുക്ക് റിവ്യൂസ് വരുന്നത്. പടം നന്നായിട്ട് വരുന്നു എന്നൊക്കെ പറയുന്നു. തിയേറ്റേഴ്സിൽ ഇപ്പോൾ അത്യാവശ്യം ആളുകൾ കയറി തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ആൾക്കാരെ ഇങ്ങനെ മാറ്റി വെക്കാൻ പറ്റുന്നൊരു കാലഘട്ടമൊക്കെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം കുറേ കൂടി കാര്യങ്ങൾ ഓപ്പണായി, ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. വളരെ ട്രാൻസ്പെറൻ്റ് ആണ് സിനിമ, എങ്ങനെയാണ് മോശമാണോ നല്ലതാണെന്ന് ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓൺലൈൻ റിവ്യൂസും പരിപാടികളെല്ലാം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു സമയത്തിലേക്ക് മാറി. കണ്ടിട്ട് തീരുമാനിക്കട്ടെ. ഞങ്ങൾക്കറിയില്ല. വ്യക്തമാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ മുന്നേ ഹൈദരക്ക അത് ചിലപ്പോ ഹൈദരക്ക പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കാം. ഹൈദരക്ക എന്താ വിശ്വസിക്കണേ? കഴിയുമോ? പരസ്യമായിട്ട് പറഞ്ഞ എന്റെ സിനിമകൾ തകർക്കുന്നു, എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ മലയാള സിനിമയ്ക്ക് മൊത്തത്തിലാണ് വരുന്നത്. താങ്കളുള്ള ഉൾപ്പെടെയുള്ള അഭിനയിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ പക്ഷെ നിങ്ങളും ഇവിടുന്ന് മീഡിയയും കൂടി അങ്ങനെ ചെയ്യുന്നു പറയുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? എന്ത് തോന്നുന്നു? ഹൈദരക്ക തോന്നുന്നു വ്യക്തിപരമായി ചെയ്യുന്നതാണ് ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ആളുകൾ വ്യക്തിപരമായി എന്നെ ടാർഗറ്റ് ചെയ്തു, എന്റെ സിനിമ പൊളിക്കാൻ ശ്രമിക്കുന്നതാണ് പറയുന്നത്. അതാണ് അവിടെയാണ് യോജിപ്പില്ലാതെ വരുന്നത്.
ബാലുവിന്റെ എത്രയോ സിനിമകളുണ്ട്, അച്ഛൻ്റെ എത്രയോ സിനിമകളാണ്. പക്ഷേ കാര്യം അത് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ. ചിലപ്പോൾ അനുഭവം ഉണ്ടാകുമ്പോൾ കിട്ടുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും, അല്ലെ എനിക്ക് അറിയില്ല. ഇപ്പൊ കിട്ടിയപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി, മനസ്സിലാവായിരിക്കും പിന്നീട് സമയമാകുമ്പോൾ. എനിക്ക് എഴുതാനല്ല അറിയാം, വായിക്കാറില്ല. ഷൂട്ട് എൻ്റെ ഒരു മേജർ പോർഷൻ ഓഫ് ഷൂട്ട് കഴിഞ്ഞു. ഇനി ഒരു 5-6 ദിവസം ഷൂട്ട് കൂടി ബാക്കിയുണ്ട്. അത് നമ്മുടെ ഈ സിനിമയിൽ പടത്തിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷെഡ്യൂൾ ബ്രേക്കിൻ്റെ സമയത്ത് അതിൻ്റെ ഷൂട്ട് നടക്കും. നമുക്ക് തന്നെ എന്തോ വിനീതേട്ടൻ ധ്യാനൊക്കെയുള്ള കോമ്പിനേഷൻ ഓൾറെഡി കഴിഞ്ഞു. ദിലീപേട്ടൻ്റെ കോമ്പിനേഷൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു 7-ാം തീയതി തുടങ്ങിയായിരിക്കും. നെക്സ്റ്റ് മന്ത് 7th തുടങ്ങി ഷൂട്ട് ഉണ്ടാവും. 5-6 ദിവസം ഷൂട്ട് ഉണ്ടെന്ന് വെച്ചു. യെസ്, അതൊരു മാഡ്നസ് പരിപാടിയാണ്. രസമുണ്ട്. ഒരു ടോട്ടലി ഏത് ജോണാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു വേറൊരു ടോട്ടലി വേറൊരു ജോണുള്ളൊരു സിനിമയാണ്. ഒരു മാഡ്നസ്, ഒരു ഭ്രാന്തൻ സിനിമയാണ്. ഭയങ്കര രസമുണ്ട്. ബാലചന്ദ്രൻ സിനിമകൾ എടുത്താൽ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഹണിബി എന്നായിരിക്കും പറയാം. ചെയ്തിട്ട് എല്ലാ സിനിമ നോക്കിയാൽ തന്നെ ഫസ്റ്റ് ബാലു എന്ന് പേര് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന കഥാപാത്രം ഒന്ന് ഹണിബിയിലെ കഥാപാത്രമാണ്. ആ ഒരു ഗ്യാങ്ങിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ബോണ്ടുണ്ടല്ലോ, ആ ഒരു ഗ്യാങ്ങുമായിട്ട് ഇങ്ങനെ ചിത്രം വരാൻ സാധ്യതയുണ്ടോ? അതാണ് എൻ്റെ അടുത്ത് ചീഞ്ഞാട് തന്നെ ചോദിക്കണം. കാര്യം നമ്മൾക്ക് ആക്ച്വലി വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോഴും ഞാനിപ്പോൾ ഇന്ന് ഏതൊരു ഇന്റർവ്യൂവിലേക്ക് ഇത് പറയണ്ടായിരുന്നു. എന്നെ ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ അംബ്രോ എന്ന് പറഞ്ഞ് വിളിക്കണൊരു ഇപ്പോഴും വിളിക്കാറുണ്ട്. വേറെ ക്യാരക്ടറുടെ പേര് വന്നിട്ട് ചിലപ്പോൾ അത്ര വിളിക്കില്ലായിരിക്കും. ആംബ്രോ ഭയങ്കര ആൾക്കാരുടെ ഇടയിൽ രജിസ്റ്റർ ആയൊരു പേരാണ്. ഒരു ആഫ്രോ ലുക്കും പരിപാടിയെല്ലാം. അപ്പോൾ എനിക്ക് അത് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ജിഞ്ചേറിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ അത് നടക്കുള്ളൂ. പക്ഷെ ഇപ്പം തൽക്കാലം അങ്ങനെ ഒരു ഐഡിയ ഇല്ല. ഐഡിയ വരാം. ഞാൻ പറയില്ല. ഉണ്ടോ എന്താ എനിക്കറിയില്ല, എനിക്കറിയില്ല. ലാലേട്ടനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് സാധനം എന്താ പറയാ, ഒന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സബ്ജക്റ്റ് എഴുതണമെന്നുണ്ടായിരുന്നു. അത് എഴുതി എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്ത് പറയാം, നിങ്ങൾ വേറെ പടങ്ങളിലൊക്കെ പരിപാടികളുണ്ട്. ഇവിടെ നൈസായിട്ട് വേറെ മഞ്ഞവല്ല പിള്ളേരെല്ലാം കൂടെ ഉണ്ട്. പക്ഷെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോന്നൊന്നും പറയാൻ പറ്റില്ല. അതിനകത്ത് ഒരു അമ്മയും കുഞ്ഞും എന്നൊരു രീതിയിലാണ് സിനിമ പോകുന്നത്. മഞ്ഞവല്ല പിള്ളേരെല്ലാവരും അപ്പോഴും ഇപ്പോഴും എപ്പോഴും കൂടെ ഉണ്ടാവും. അത്രയുള്ളൂ. മഞ്ഞവലല്ല, ഞങ്ങളുടെ കൂടെയുള്ള പിള്ളേരുണ്ട്. എന്നെ വിളിച്ചിട്ടില്ല, ചോദിക്കണം, വിളിച്ചു. പക്ഷെ അത് ഉറപ്പായിട്ടും കൂടെ ഉണ്ട്. ഇതിന്റെ പീക്ക് ടൈം ആണെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അടുത്ത വർഷം, അതിനപ്പുറത്തെ വർഷം, അതിനപ്പുറത്തെ വർഷമൊക്കെ എന്റെ പീക്ക് ടൈം ആവണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പീക്ക് ടൈമിൽ ഇങ്ങനെ മാത്രം ഒതുങ്ങിയിരിക്കാൻ ഇപ്പൊ എനിക്ക് ആഗ്രഹമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ ഓട്ടോഗ്രാഫൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ലൈഫിൽ ഏറ്റവും നല്ല മൊമെന്റ് ആയിട്ട് അത്രയും ഒരു എന്റെ മമ്മൂട്ടി ചേട്ടന് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു മൊമെന്റ്? നല്ല രസമായിരുന്നു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കത് ഒരു ഓട്ടോഗ്രാഫ് വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അന്ന് വാങ്ങി കിട്ടിയതിലെ സന്തോഷം. അപ്പോൾ അപ്പോൾ എല്ലാവരും കണ്ടവരെ കാണാത്തവരടുത്ത് പറഞ്ഞ് എല്ലാവർക്കും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും കാണാൻ പറയണം.